നമ്മുടെ സൈലം ബാങ്കിംഗ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ RRB PO ക്ലർക്കിന്റെയും IBPS PO ക്ലർക്കിന്റെയും എക്സാം ഡേറ്റ്സ് വന്നു അല്ലെ. ഓഗസ്റ്റിൽ നമ്മുടെ എക്സാം സീസൺ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇത് കൂടാതെ SBIയിൽ ഈ കൊല്ലം ഒരു 10,000+ വേക്കൻസീസ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല, 2024 എന്ന് പറയുന്നത് ഒരു ബാങ്കിംഗ് ആസ്പിരന്റിനെ സംബന്ധിച്ച് ഒരു സുവർണ വർഷമാണ്. ഒരുപാട് എക്സാംസ് നമ്മളെ കാത്തിരിക്കുന്നുണ്ട്, ഒരുപാട് വേക്കൻസീസ് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായി, നിങ്ങളെ മെന്റർ ചെയ്യാനായി, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി നമ്മുടെ സൈലം ബാങ്കിങ്ങിന്റെ ഹെഡായ നമ്മുടെ സ്വന്തം വിഷ്ണു സാറിന്റെ നേതൃത്വത്തിൽ അച്ചീവേഴ്സ് ബാച്ച് ഒരുങ്ങിക്കഴിഞ്ഞു. നിങ്ങൾ ഒരു ബിഗിനർ ആയിക്കോട്ടെ, നിങ്ങൾ ഒരു റിപ്പീറ്റർ ആയിക്കോട്ടെ, ഫ്രം ദ റൂട്ട് ടു ടോപ്പ് എല്ലാം നമ്മൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ ഏതൊക്കെ എക്സാംസ് ആയിരിക്കും നമ്മൾ ഈ ഒരു കോഴ്സിലൂടെ അല്ലെങ്കിൽ ഈ ഒരു ബാച്ചിലൂടെ കവർ ചെയ്യുക. ഓൾറെഡി നമ്മൾ RRB PO ക്ലർക്കിന്റെ കാര്യം പറഞ്ഞു. അതിനുശേഷമായിരിക്കും IBPS PO ക്ലർക്ക് വരിക, ദെൻ SBI PO ക്ലർക്ക്. ഈ 6 എക്സാംസും നമ്മൾ ഈ ഒരു കോഴ്സിലൂടെ കവർ ചെയ്യുന്നതായിരിക്കും. ഇത് മാത്രമല്ല, നിങ്ങൾക്കറിയാം നമ്മളുടെ ബാങ്ക് എക്സാമിന്റെ അതേ സിലബസിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന വേറെ കുറെ എക്സാംസ് ഉണ്ട്. RBI അസിസ്റ്റന്റ്, അതുകൂടാതെ ഇൻഷുറൻസ് എക്സാംസ്, ESIC, NISCL, ഈ വർഷം വിളിക്കുന്ന എല്ലാ ബാങ്ക് എക്സാംസിനും നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ നിന്ന് എന്തായിരിക്കും സപ്പോർട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, നമ്മുടെ ഒരു ബാച്ച് സ്ട്രക്ചർ എങ്ങനെയായിരിക്കും? നമുക്കറിയാം നമ്മളുടെ ബാങ്ക് എക്സാമിന് പ്രിലിമിനറി എക്സാമിനേഷനും ഉണ്ട്, മെയിൻസ് ഉണ്ട്, ഇന്റർവ്യൂ ഉണ്ട്. നമുക്കറിയാം പ്രിലിംസ് കഴിഞ്ഞു കഴിഞ്ഞാൽ 2 ആഴ്ചക്കുള്ളിൽ പ്രിലിംസിന്റെ റിസൾട്ട് വരും. എഗെയിൻ 2 ആഴ്ചക്കുള്ളിൽ മെയിൻസ് ഉണ്ടാകും. അതായത് പ്രിലിംസും മെയിൻസും തമ്മിൽ കൃത്യം 1 മാസത്തിന്റെ വ്യത്യാസമേ ഉണ്ടാകുള്ളൂ. അതുകൊണ്ട് പ്രിലിംസിന് ശേഷം മെയിൻസ് പഠിക്കാം എന്ന് കരുതിയിരിക്കുന്നത് മണ്ടത്തരമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കോഴ്സിൽ പ്രിലിംസിനും മെയിൻസിനും ഒരേപോലെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുക. എൻറ്റയർ സിലബസ് നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും എക്സാമിന് മുന്നേ. ഓക്കെ, ഇനി അത് കൂടാതെ PO എക്സാം ആണ് എന്നുണ്ടെങ്കിൽ അതിനുശേഷം നമുക്ക് എന്തുണ്ടാകും? ഗ്രൂപ്പ് ഡിസ്കഷനും ഉണ്ടാകും, ഇന്റർവ്യൂ ഉണ്ടാകും. അയ്യോ, ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ത് ചെയ്യും അല്ലെങ്കിൽ ഇന്റർവ്യൂവിന് എന്ത് ചെയ്യും എന്നോർത്ത് ഒരു ടെൻഷന്റെയും നിങ്ങൾക്ക് ആവശ്യമില്ല. നമ്മളുടെ കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതിനെപ്പറ്റി ഓർത്ത് ഒരു വേവലാതിയും നിങ്ങൾക്ക് വേണ്ട. കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ ഉള്ളതിന്റെ ഡീറ്റെയിൽഡ് ഡിസ്കഷൻ അല്ലെങ്കിൽ ഒരു എക്സ്പേർട്ട് പാനൽ നിങ്ങളെ സഹായിക്കാനായിട്ട് ഇവിടെയുണ്ട്. ഓക്കെ, ഇനി നിങ്ങളുടെ ഒരു ക്ലാസ് സ്കെഡ്യൂൾ എങ്ങനെയായിരിക്കും? നമുക്ക് 700+ അവേഴ്സ് ലൈവ് ക്ലാസ്സസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. മാക്സിമം നിങ്ങൾ ലൈവ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരു പ്രശ്നവും ഇല്ല. നിങ്ങളൊരു വർക്ക് ചെയ്യുന്ന ആളാണെങ്കിലും നോ ഇഷ്യൂ. കാരണം ഇതേ ലൈവ് ക്ലാസ്സസിന്റെ റെക്കോർഡഡ് സെഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് ഡെയിലി 4 to 5 hours ക്ലാസ്സസ് ഉണ്ടാകും. അത് വീക്ക്ലി നിങ്ങൾക്ക് 5 to 6 ഡേയ്സസ് ആയിരിക്കും നിങ്ങളുടെ സ്കെഡ്യൂൾ. നിങ്ങളുടെ കംപ്ലീറ്റ് ക്ലാസ്സസിന്റെ സ്കെഡ്യൂൾ, ഏത് ദിവസം, ഏത് സബ്ജക്ട്, ഏത് സമയം എല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഇനി നിങ്ങളെ പഠിപ്പിക്കുന്നവർ ആരൊക്കെയാണ്? നിങ്ങളുടെ ഫേവറേറ്റ് എഡ്യൂക്കേറ്റേഴ്സ് ആരൊക്കെയാണ്? നമ്മുടെ ബാങ്ക് എക്സാമിനെ സംബന്ധിച്ച് ഏറ്റവും ടെൻഷനും പേടിയും ഉള്ള ഒരു സബ്ജക്റ്റ് ആണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. ഇനി എല്ലാ ടെൻഷൻസും മറന്നേരെ സൈലം ബാങ്കിങ്ങിന്റെ ഹെഡായ നമ്മുടെ സ്വന്തം വിഷ്ണു സാർ ആണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് സെക്ഷൻ ഡീൽ ചെയ്യുന്നത്. കേരളത്തിൽ നിന്ന് ഒരുപാട് സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗാർത്ഥികളെ വാർത്തെടുത്ത അനുഭവ സമ്പത്തുള്ള വിഷ്ണു സാർ തന്നെയാണ് നമ്മളുടെ ഈ ഒരു ബാച്ചിന്റെ ഹൈലൈറ്റ്. പ്രിലിംസ് ആയിക്കോട്ടെ, മെയിൻസ് ആയിക്കോട്ടെ, രണ്ടിലും സാറിന്റെ എക്സ്പെർട്ട് ക്ലാസ്സസ് നിങ്ങൾക്കുണ്ടാകും. പ്രിലിംസിൽ സ്പീഡിനാണ് ഇമ്പോർട്ടൻസ് എങ്കിൽ മെയിൻസിൽ ഹൈ ലെവൽ DAക്കാണ് ഇമ്പോർട്ടൻസ് അല്ലെ. ഇതേതാണെങ്കിലും സാറിന്റെ എക്സ്പെർട്ട് ക്ലാസ്സസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? ക്വാണ്ടിനെ പറ്റിയിട്ടുള്ള ടെൻഷൻസ് മറന്നേരെ. നിങ്ങൾ മാത്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ഒരു ആസ്പിരന്റ് അല്ല എങ്കിൽ കൂടെ ഒരു പ്രശ്നവും ഇല്ല. ഇനി നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഈസി ആകാൻ പോകുന്ന സബ്ജക്റ്റ് ആയിരിക്കും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. ഇനി നിങ്ങൾക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് സെക്ഷനിൽ നിങ്ങളെ സഹായിക്കാനായിട്ട് അരുൺ സാറും ഉണ്ടാകും. അരുൺ സാർ അരിത്തമെറ്റിക് സെക്ഷനിൽ ഒരു മാസ്റ്റർ ആണ്. അതേ മാസ്റ്റർ ക്ലാസ് തന്നെയായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിലൂടെ കിട്ടുക. സോ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിനെ പറ്റിയിട്ടുള്ള ടെൻഷനും പേടിയും ഒക്കെ മറന്നേക്കാം. നന്നായിട്ട് പഠിക്കാൻ റെഡി ആയിക്കോളുക. റീസണിംഗ് സെക്ഷൻ ഹാൻഡിൽ ചെയ്യുന്നത് ഞാനായിരിക്കും. ബാങ്ക് എക്സാമിനാണ് റീസണിംഗ് സെക്ഷൻ ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിട്ട് ചോദിക്കുന്നത് നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലെ. ടെൻഷന്റെ ഒന്നും ഒരാവശ്യവും ഇല്ല. പ്രിലിംസ് ആയിക്കോട്ടെ, മെയിൻസ് ആയിക്കോട്ടെ, മെയിൻസ് ഹൈ ലെവൽ റീസണിംഗ്, ഹൈ ലെവൽ പസിൽസ്, എൻറ്റയർ സിലബസ് നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. സോ ഡോണ്ട് വറി. ഇംഗ്ലീഷ് സെക്ഷൻ ഡീൽ ചെയ്യുന്നത് നമ്മളുടെ രേവതി മിസ് ആണ്. ഇംഗ്ലീഷിലെ ഒരു പ്രോ ആണ് നമ്മളുടെ രേവതി മിസ്. നിങ്ങളുടെ ഇംഗ്ലീഷിന്റെ ടോപ്പിക്സ് മാത്രമല്ല, അത് കൂടാതെ നിങ്ങൾക്ക് PO എക്സാംസിനുള്ള ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ്, എസ്സേ റൈറ്റിംഗ്, അത് കൂടാതെ ഇന്റർവ്യൂവിനും ഗ്രൂപ്പ് ഡിസ്കഷനും ഒക്കെ നിങ്ങളെ സഹായിക്കാനായിട്ട് രേവതി മിസ് ഉണ്ടാകും. സോ മിസ്സിന്റെ ആ ഒരു സ്കില്ല് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ജനറൽ അവയർനെസ് ആൻഡ് ബാങ്ക്
ബാങ്കിങ് അവയർനെസ് സെക്ഷൻ ഡീൽ ചെയ്യുന്നത് നമ്മുടെ അനുശ്രീ മിസ് ആണ്. എക്കണോമിക്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാൾക്ക് എങ്ങനെ ഈ ബാങ്കിങ് ടേംസ് ഒക്കെ ഓർത്തിരിക്കും? ഫുൾ കൺഫ്യൂസിംഗ് ആണല്ലോ. ഇനി ഒരു ടെൻഷന്റെ ആവശ്യമില്ല. സൂപ്പർ മെമ്മറി ട്രിക്സ് ആൻഡ് കോഡിലൂടെ ഇതെല്ലാം ഡീൽ ചെയ്യാനായിട്ട് അടിപൊളി ക്ലാസ്സസ് ആയിട്ട് നമ്മുടെ അനുശ്രീ മിസ് എത്തുന്നതായിരിക്കും. 6 മാസത്തെ കറണ്ട് അഫയേഴ്സ് അത് കംപ്ലീറ്റ് ഒരു പാക്കേജ് ആയിട്ട്, ഒരു ക്യാപ്സ്യൂൾ ആയിട്ട് നിങ്ങളുടെ കൈകളിൽ എത്തുന്നതായിരിക്കും. സോ ഡോണ്ട് വറി. നമ്മുടെ ബാച്ചിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? നമ്മുടെ ക്ലാസ്സിന് ശേഷം നിങ്ങൾക്ക് അതാത് ക്ലാസ്സസിന്റെ PDF കിട്ടുന്നതായിരിക്കും. ഏത് ക്ലാസ് ആണോ അതാത് ക്ലാസ്സസിന്റെ PDF. അത് കൂടാതെ ഏത് ടോപ്പിക് ആണോ നമ്മൾ പഠിച്ചത് അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡെയിലി പ്രാക്ടീസ് പേപ്പർ ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇന്നിപ്പോൾ റീസണിങ്ങിന്റെ ഡയറക്ഷൻ ടെസ്റ്റിന്റെ ക്ലാസ് ആണ് കഴിഞ്ഞതെങ്കിൽ ആ ഡയറക്ഷൻ ടെസ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അന്നത്തെ DPP. അതേപോലെ എല്ലാ സബ്ജക്റ്റിന്റെയും DPP നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നമുക്കറിയാം ബാങ്ക് എക്സാമിലെ ടൈമിന്റെ ഇമ്പോർട്ടൻസ്, സ്പീഡും ആക്യുറസിയും ഒരേപോലെ മുൻനിർത്തി എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ള സെപ്പറേറ്റ് സെഷൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതുകൂടാതെ റെഗുലർ ടെസ്റ്റ് സീരീസ് ഉണ്ടായിരിക്കും. എന്തിനു വേണ്ടി ടെസ്റ്റ് സീരീസ്? നമ്മൾ ക്ലാസ്സസിലെ കോൺസെപ്റ്റ് ആയിരിക്കും പഠിക്കുക അല്ലെ. അപ്പോൾ അത് ടൈമർ വെച്ച് എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം, എക്സാം പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസിന്റെ റെഗുലർ ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനിയും ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സസ് ആണ് നമുക്ക് കിട്ടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇന്റൻസീവ് വർക്ക്ഔട്ട് സെക്ഷൻസ് ഉണ്ടായിരിക്കും, കംപ്ലീറ്റ് ഒരു മെന്റർ സപ്പോർട്ട് ഉണ്ടായിരിക്കും, ആൻഡ് ഓൾസോ ഡൗട്ട് ക്ലിയറൻസ് സെക്ഷൻസും എക്സ്പെക്റ്റഡ് പേപ്പർ പാറ്റേൺ ഡിസ്കഷൻസും ഉണ്ടായിരിക്കും. നമ്മളുടെ ബാങ്ക് എക്സാമിൽ ഇതുവരെ എന്തൊക്കെ ചോദിച്ചിട്ടുണ്ടോ മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും നമ്മളുടെ ക്ലാസ്സസ് പോകുക. അതുകൂടാതെ എക്സാമിന് ചോദിക്കുന്ന ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻസിനെ പറ്റിയിട്ടുള്ള ഡിസ്കഷൻസും നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നത് ജസ്റ്റ് 5,999 ആണ്. നമ്മുടെ കോഴ്സിന്റെ ഫീ എന്ന് പറയുന്നത് 12,000 ആണ്. പക്ഷെ നമ്മുടെ സൈലം ബാങ്കിങ്ങിന്റെ ആദ്യത്തെ കോഴ്സാണ്. സോ ലോഞ്ചിങ് ഓഫർ ആയിട്ട് ഇത് നിങ്ങളിലേക്ക് എത്തുക 5,999 ആണ്. സോ വേഗത്തിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ കോഴ്സ് പർച്ചേസ് ചെയ്യുക. നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 29 മെയ് ആണ്. ഓൾറെഡി അറിഞ്ഞല്ലോ, എക്സാമിന്റെ ഡേറ്റ്സ് വന്നു കഴിഞ്ഞു. മെയിൻസ് ഒക്കെ സെപ്റ്റംബറിലും ഒക്ടോബറിലും ആയിട്ടുണ്ട്. ഉടനെ തന്നെ SBIയും വിളിക്കും. സമയമില്ല, എത്രയും വേഗം നമുക്ക് പ്രിപ്പയർ ചെയ്യണം. അതുകൊണ്ട് തന്നെ 29-ന് തന്നെ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ ഈ കോഴ്സിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ 2024-ൽ ഏതൊക്കെ എക്സാംസ് വരുന്നുണ്ടോ ആ എക്സാംസ് എല്ലാം കഴിയുന്നത് വരെ ആയിരിക്കും നമ്മളുടെ ഈ കോഴ്സിന്റെ വാലിഡിറ്റി. അതാണ് ഈ ഒരു ബാച്ചിന്റെ ഹൈലൈറ്റ്. സോ വേഗത്തിൽ തന്നെ നിങ്ങൾ കോഴ്സ് പർച്ചേസ് ചെയ്യുക. നമുക്ക് ക്ലാസ്സിൽ കാണാം. ഡു ജോയിൻ us.